ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പഞ്ഞ് പോലത്തെ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു തവണ കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു മത്തങ്ങയുടെ കാൽ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റും ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഒരെണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു നേന്ത്രപ്പഴവും ക്യാരറ്റും മത്തങ്ങയും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കൂട്ടിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ്. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ചെറിയ ചെറിയ പീസായിട്ട് ക്യാരറ്റ് അരയാതെ അവിടെ ഇവിടെ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഈ പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി വേണ്ടത് ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ്. വക്കൊന്നും തട്ടാതെ ഈ ഒരു 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് നിറയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മാവിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. റവ വെച്ച് തയ്യാറാക്കിയെടുക്കാം, മൈദ അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി, ഏത് മാവിൽ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കരുത്. ഇതൊരു മധുരത്തിൻ്റെ പലഹാരമാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. ഇനി ഇതിൽ വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. ഈ ഒരു അരപ്പിൻ്റെ മിക്സിൽ മാത്രം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഈ ഒരു തയ്യാറാക്കിയെടുക്കുന്ന ഈ കൂട്ട് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. നല്ല കട്ടിയാവാതെ ഒരുപാട് ലൂസും ആവാതെയാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഒരു കൂട്ടുകൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പലഹാരം നല്ല മധുരത്തിൻ്റെ പലഹാരമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പും പിന്നെ കുറച്ചുകൂടി ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പും പിന്നെ കുറച്ചുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കാം. അതായത് ഇത് കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാവണം. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു 2 സെക്കൻഡ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി കുഴമ്പ് രൂപത്തിലാവും. ഇനി ഇത് കറക്റ്റ് പരുവത്തിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ നല്ലൊരു ഷേപ്പിലൊക്കെ കിട്ടാനും കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചോറ് കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഉരുക്കിയതോ നെയ്യോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പാത്രത്തിൻ്റെ വക്ക് ഭാഗം വരേക്കും നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു സ്പാച്ച് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. ആ ഒരു മാവിൻ്റെ നേർ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വാഴയിലയൊക്കെ വെച്ച് കൊടുത്ത് ചെയ്തെടുക്കുന്നത് വാഴയിലയുടെ ആ ഒരു മണമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ശർക്കരക്കൂട്ട് മുഴുവനായിട്ടും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം.
ഇതേപോലുള്ള പരന്ന പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള പാത്രത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും ആ ഒരു മാവ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ മാവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ മാവും ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം വെച്ച് കൊടുത്ത പോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വാഴയിലയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതേപോലെ ഇതുകൂടെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുമ്പോഴും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഈ ഒരു ഇലയുടെ മണമൊക്കെ ആകുമ്പോൾ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് ഒരു അരിപ്പത്തട്ട് ഇറക്കി വെച്ചിട്ട് ഈ ഒരു മാവുള്ള പ്ലേറ്റും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചതിന് ശേഷം മുകളിലുള്ള ഈ ഒരു ഇല എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. സ്പാച്ച് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിനടിയിലുള്ള ആ ഒരു ഇല കൂടെ മാറ്റിയെടുക്കണം. ആ ഇല പാത്രത്തിൽ തന്നെ ഒട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതാ കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആകൃതിയിൽ വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത്. ഇത് കഴിക്കാനൊരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.